Before going into this content further, if you're new to this channel, please like, share and subscribe. Hello students, welcome to this new session on financial management. കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ ലിവറേജ് എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നൗ ലിവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോപ്പ് യു റിമെമ്പർ ഇറ്റ്സ് മേക്കിംഗ് യൂസ് ഓഫ് സംതിങ് ഫിക്സ്ഡ് ഇൻ നേച്ചർ ടു മാഗ്നിഫൈ ദ റിട്ടേൺസ്. ഓക്കെ, നൗ അത് ഓപ്പറേറ്റിംഗ് ലെവലിൽ അല്ലെങ്കിൽ വർക്കിംഗ് ലെവലിൽ ചെയ്യുമ്പോൾ അതിന് ഓപ്പറേറ്റിംഗ് ലെവറേജ് എന്ന് പറയും. ആ ക്യാപിറ്റലിൻ്റെ ബേസിസിൽ നമ്മൾ ചെയ്യുമ്പോൾ അതിന് ഫിനാൻഷ്യൽ ലെവറേജ് എന്നും പറയും. നമ്മൾ എക്സ്പ്ലെയിൻ ഇന്നത്തെ സെഷനിൽ വി ആർ ഡെഡിക്കേറ്റിംഗ് കംപ്ലീറ്റ്ലി ടു ഫിനാൻഷ്യൽ ലെവറേജ്. നൗ ദിസ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ഏരിയ ഇൻ ടേംസ് ഓഫ് യുവർ എക്സാംസ്. കാരണം ഇതിൻ്റെ ഈ ഫിനാൻഷ്യൽ ലെവറേജിൻ്റെ ക്വസ്റ്റ്യൻ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 4 മാർക്സും പിന്നെ ചില കേസുകളിൽ 15 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ എസ്സേ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്ന ചാപ്റ്ററാണിത്. സോ പ്ലീസ് ഗോ ത്രൂ ഇറ്റ് കെയർഫുള്ളി. ഓക്കെ, നൗ ഫിനാൻഷ്യൽ ലിവറേജ് എന്താണ് എന്ന് നോക്കുകയാണെങ്കിൽ, ലൈക്ക് ഐ ഹവ് ഓൾറെഡി ടോൾഡ് യു, ലിവറേജ് എന്ന് പറഞ്ഞാൽ യൂസിങ് സംതിങ് ഫിക്സ്ഡ് ഇൻ നേച്ചർ. നൗ വെൻ ഇറ്റ് കംസ് ടു ഫിനാൻഷ്യൽ ലിവറേജ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫിക്സ്ഡ് ഫിനാൻഷ്യൽ ചാർജസ്, ഒരു ഫേമിൻ്റെ എബിലിറ്റി ഓഫ് യൂസിങ് ഫിക്സ്ഡ് ഫിനാൻഷ്യൽ ചാർജസ് ടു മാഗ്നിഫൈ ദ ചേഞ്ചസ് ഇൻ ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, അതായത് EBIT ഓൺ ദി ഫേംസ് EPS. ഓക്കെ, ഫിക്സ്ഡ് ഫിനാൻഷ്യൽ ചാർജസ് ഉപയോഗിച്ചിട്ട് EBITയിലുണ്ടാവുന്ന ചേഞ്ചസ് കാരണം EPS ഏർണിങ്സ് പെർ ഷെയർ മാക്സിമൈസ് ചെയ്യുക എന്നുള്ളൊരു പ്രിൻസിപ്പിളാണ് ഫിനാൻഷ്യൽ ലെവറേജ്. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഇതൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കണേന്ന്. ബട്ട് വിൽ ബ്രേക്ക് ദിസ് ഡൗൺ. ഫസ്റ്റ് തിങ്, അണ്ടർസ്റ്റാൻഡ് വാട്ട് ഫിക്സ്ഡ് ഫിനാൻഷ്യൽ ചാർജസ് ഇസ്. ഫിക്സ്ഡ് ഫിനാൻഷ്യൽ ചാർജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോൺസും പ്രിഫറൻസ് ഷെയറിൻ്റെയും നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പഠിച്ചുല്ലോ. അപ്പോൾ ലോണിന് നമ്മൾ പലിശ കൊടുക്കുന്നുണ്ട്, ഫിക്സ്ഡ് ഈ പ്രിഫറൻസ് ഷെയറിന് നമ്മൾ കൊടുക്കുന്നത് ഡിവിഡൻഡ്. രണ്ടിനും ഫിക്സ്ഡ് നേച്ചറാണ്. റിഗാർഡ്ലെസ് ഓഫ് ദി വോള്യൂം ഓഫ് പ്രോഫിറ്റ് ദാറ്റ് യു മേക്ക്, യു ഹാവ് ടു പേ എ ഫിക്സ്ഡ് എമൗണ്ട്. ഇപ്പോൾ ഒരു ലോൺ എടുത്തു 1,00,000 രൂപയുടെ 10% പലിശയാണെങ്കിൽ ആ എമൗണ്ട് മാത്രം കൊടുത്താൽ മതി, റിഗാർഡ്ലെസ് വെദർ യു മേക്ക് എ ഹ്യൂജ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഓർ യു മേക്ക് എ ലോസ്. മനസ്സിലായ? പ്രിഫറൻസ് ഷെയറിൻ്റെ കേസിൽ ദ എമൗണ്ട് വിൽ ബി സ്ലൈറ്റ്ലി ഹയർ ദാൻ യുവർ ലോൺസ്, പക്ഷേ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി എന്നുള്ളൊരു പ്രിൻസിപ്പിളാണ് അതിനകത്ത്. പക്ഷേ എന്നാലും അത് ഫിക്സ്ഡ് നേച്ചറാണ്. സോ ഇഫ് ദി പ്രോഫിറ്റ് ഗോസ് വെരി ഹൈ, ദെൻ അപ്പോഴും ഫിക്സ്ഡ് നേച്ചറിലുള്ളൊരു സംഭവം കൊടുത്താൽ മതി അവർക്ക്. സോ അതിനാണ് ഫിക്സ്ഡ് ചാർജസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഫിക്സ്ഡ് ചാർജസ് സെക്യൂരിറ്റി. ഓക്കെ, ലോൺസ്, ഡിബെഞ്ചേഴ്സ്, യുവർ ലോങ് ബോണ്ട് ആൻഡ് യുവർ പ്രിഫറൻസ് ഷെയർ ഓൾ ഹാരി എ ഫിക്സ്ഡ് നേച്ചർ. അതിൻ്റെ നമ്മൾ ഡിവിഡൻഡ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കൊടുക്കില്ലേ, അത് ഫിക്സ്ഡ് നേച്ചറാണ്. അത് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്, EBITയിൽ ഉണ്ടാകുന്ന ചെറിയ ഫ്ലക്ച്വേഷൻസ് അതെങ്ങനെ ഈ പറഞ്ഞിട്ടുള്ള EPSനെ മാഗ്നിഫൈ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് പ്രോബ്ലംസ് വഴി ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നൗ financial leverage happens when a firm employs a combination of equity and fixed financial charges in their capital structure. ഇപ്പം ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കമ്പനിക്ക് മേ ബി അവരുടെ ക്യാപിറ്റൽ ഇസ് 20 lakhs. ഓക്കെ, 20 lakhs ആണെന്ന് വെച്ചാൽ ക്യാപിറ്റൽ, അതിനകത്ത് ഫുൾ ഈക്വിറ്റി ഷെയർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു ഷെയറിന് 10 രൂപയാണെന്ന് വെച്ചു. സോ നാച്ചുറലി നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ഷെയർ എന്ന് പറയുന്നത് 2 lakh ഷെയർസ് ആണ്. ഓക്കെ, അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, EBI നമ്മുടെ എല്ലാം കഴിഞ്ഞിട്ടുള്ള പ്രോഫിറ്റ് ഉണ്ടല്ലോ, ഏർണിങ്സ് ബിഫോർ ടാക്സ് അല്ലെങ്കിൽ ആ ഒരു ടോട്ടൽ പ്രോഫിറ്റ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ, പ്രോഫിറ്റ് നമ്മൾ നമ്പർ ഓഫ് ഷെയർസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു കാര്യം എന്താണ്, ഒരു ഷെയറിൻ്റെ പുറത്ത് കിട്ടുന്ന ഏർണിങ്സ് എത്രയാണെന്ന് നമുക്ക് മനസ്സിലാവും. നൗ ഇമാജിൻ നമ്മൾ പകുതി എമൗണ്ട്, അതായത് 20 ലക്ഷത്തിൽ 10 ലക്ഷം മാത്രമേ ഈക്വിറ്റി ഷെയർ ഉള്ളൂ. അപ്പോൾ നമുക്ക് 1 ലക്ഷം ഈക്വിറ്റി ഷെയർസ് ഉള്ളൂ. അപ്പോൾ വെൻ യു കാൽക്കുലേറ്റ് EPS, വാട്ട് ഹാപ്പൻസ്, നമുക്ക് കുറച്ചേ ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ആ പ്രോഫിറ്റ് അല്ലെങ്കിൽ ഏർണിങ്സ് നമുക്കത് കുറച്ചേ സ്പ്ലിറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ക്ലിയർ? ആ പ്രിൻസിപ്പിളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫിനാൻഷ്യൽ ലിവറേജിൽ യൂട്ടിലൈസ് ചെയ്യുന്നത്. കാരണം എന്താ, നമ്മൾ ഫിനാൻഷ്യൽ ലിവറേജിൽ യൂസ് ചെയ്യുമ്പോൾ ഡെറ്റ് അല്ലെങ്കിൽ ഡെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവം, ഫിക്സ്ഡ് ചാർജസ് ഉള്ള സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് നമ്മൾ കൂടുതൽ ക്യാപിറ്റൽ അവൈലബിൾ ആക്കാണ്. ഓക്കെ, നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ക്യാപിറ്റൽ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഡെറ്റ് വഴിയാണെങ്കിൽ നമ്മൾ സോഴ്സ് ചെയ്തെടുക്കുന്നു, നമ്മുടെ പണികളൊക്കെ നടക്കുന്നു. പക്ഷേ സിൻസ് ഡെറ്റ് ഇസ് ചീപ്പർ ദാൻ ഇക്വിറ്റി, നമുക്ക് കുറച്ചുകൂടി എമൗണ്ട് നമ്മുടെ ഈക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ക്ലിയർ? സോ ദാറ്റ് ഈസ് ദി എസെൻസ് ഓഫ് ഫിനാൻഷ്യൽ ലെവറേജ്. ഫിനാൻഷ്യൽ ലെവറേജ് 2 തരത്തിലുണ്ട്.
ഇറ്റ് ക്യാൻ ബി ഫേവറബിൾ ഓർ അൺഫേവറബിൾ. ഫേവറബിൾ എപ്പോഴാണ് സംഭവിക്കുന്നത്? ഇഫ് ദി ഏർണിങ്സ് ബൈ ദ യൂസ് ഓഫ് ഫിക്സ്ഡ് കോസ്റ്റ് ബെയറിംഗ് സെക്യൂരിറ്റീസ് ഇസ് മോർ ദാൻ ദ ഫിക്സ്ഡ് കോസ്റ്റ്. ഫിക്സ്ഡ് കോസ്റ്റ്, അതായത് ഇവിടെ ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് പലിശ, നമ്മൾ ഡെറ്റിന് കൊടുക്കുന്ന പലിശ ഉണ്ടല്ലോ, ആ പലിശേനേക്കാളും കൂടുതൽ നമുക്ക് ഏർണിങ്സ് കിട്ടുന്നുണ്ടെങ്കിൽ ദെൻ ദാറ്റ് ഈസ് എ ഫേവറബിൾ ഫിനാൻഷ്യൽ ലെവറേജ്. അതിന് വിളിക്കുന്ന വേറൊരു പേരാണ്, നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്നുള്ളത്. ഓക്കെ, നൗ അൺഫേവറബിൾ എപ്പോഴാണ് സംഭവിക്കുന്നത്? ഈ അൺഫേവറബിൾ എന്ന് പറയുന്നത് ഫിക്സ്ഡ് കോസ്റ്റ് പോലും മര്യാദയ്ക്ക് കവർ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വരും. അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ എന്ത് സംഭവിക്കുന്നു? അൺഫേവറബിൾ ഫിനാൻഷ്യൽ ലെവറേജ് എന്ന് പറയും. അങ്ങനത്തെ സിറ്റുവേഷൻസിന് നമ്മൾ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയാൻ പറ്റില്ല. ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി ഹാപ്പൻസ് ഓൺലി വെൻ ഫിനാൻഷ്യൽ ലെവറേജ് ഇസ് ഫേവറബിൾ. ഓക്കെ, സോ ഇത്രയാണ് ബേസിക്കായിട്ട് നിങ്ങൾ ഫിനാൻഷ്യൽ ലെവറേജിനെ കുറിച്ച് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ദെൻ ഇമ്പാക്റ്റ് ഓഫ് ഫിനാൻഷ്യൽ ലെവറേജ്. ഫിനാൻഷ്യൽ ലെവറേജിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് ഒന്ന് ബ്രീഫായിട്ട് നോക്കാം. നൗ ഇമ്പാക്റ്റ് നോക്കുകയാണെങ്കിൽ 2 മേജർ ഇമ്പാക്ട്സ് ആണുള്ളത്. ഒന്ന്, ഷെയർ ഹോൾഡറിൻ്റെ ഏർണിങ്സിൽ ഉള്ള ഇമ്പാക്റ്റ്. നൗ ആസ് ഐവ് സെഡ്, ഈ പറഞ്ഞിട്ടുള്ള എന്താ പറയുക, കമ്പനി സിൻസ് ദേ ആർ യൂസിങ് ഡെറ്റ്, ഓക്കെ, അവർ ഡെറ്റ് യൂസ് ചെയ്യുന്ന കാരണം നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് കുറയാണ്. ഓക്കെ, ആ നേരത്തെ പറഞ്ഞിട്ടുള്ള 20 ലാഖിൻ്റെ എക്സാമ്പിൾ പറഞ്ഞില്ലേ, അപ്പോൾ ആ 20 ലാഖ് ക്യാപിറ്റൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 2 ലക്ഷം, ഈ പറഞ്ഞിട്ടുള്ള 2 ലക്ഷം ഷെയറുകളുണ്ടാവും. അപ്പോൾ പ്രോഫിറ്റ് ഈ 2 ലക്ഷം ഷെയറുകളുടെ ഇടയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. ബട്ട് ഓൺ ദി അതർ ഹാൻഡ് വാട്ട് ഹാപ്പൻസ് വെൻ യുവർ എന്താ പറയുക, ഈ ഷെയറുകളുടെ എണ്ണം കുറയാണെന്ന് വെച്ചോ, 2 ലാക്സിന് പകരം 1 ലാക്ക് ആണെങ്കിൽ ദാറ്റ് സെയിം പ്രോഫിറ്റ് ഇസ് ഡിസ്ട്രിബ്യൂട്ടഡ് ബിറ്റ് അമംഗ്സ് 1 ലാക്ക് ഷെയർസ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? പെർ ഷെയറിന് കിട്ടുന്ന റവന്യൂ കൂടാണ്, അല്ലേ? പെർ ഷെയറിന് കിട്ടുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ഏർണിങ്സ് കൂടാണ്. സോ ദാറ്റ് ഈസ് ദി ബെനിഫിറ്റ് ഓഫ്, അല്ലെങ്കിൽ ഇമ്പാക്ട് ഷെയർ ഈ ഫിനാൻഷ്യൽ ലിവറേജ് ഹാസ് ഓൺ ഷെയർസ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ, നൗ ഇതിന് വേറൊരു ദർ ഇസ് അനദർ എലമെൻറ്റ് ടു ദിസ് ഓൾസോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏർണിങ്സിൽ, അതായത് നമ്മുടെ വരുന്ന വരുമാനത്തിൽ എന്തെങ്കിലും കുറവ് വന്നു കഴിഞ്ഞാൽ ആ വരുമാനത്തിൻ്റെ ഒരു മേജർ പോർഷൻ ചിലപ്പോൾ നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള ഫിക്സ്ഡ് കോസ്റ്റ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഫിക്സ്ഡ് ചാർജ് സെക്യൂരിറ്റീസിലേക്കായിരിക്കും പോവുക. അപ്പം നമ്മുടെ കയ്യിൽ ബാക്കി കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. മനസ്സിലായോ? അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ പെർ ഷെയർ റിട്ടേൺസ് ഉണ്ടല്ലോ, കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും, ഭയങ്കര കുറവായിരിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി പ്രോബ്ലം ദാറ്റ് ഹാവിങ് ഫിനാൻഷ്യൽ അല്ലെങ്കിൽ യൂസ് ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ്, അതായത് ഡെറ്റും ഉപയോഗിച്ചിട്ടുള്ള പരിപാടിക്കുള്ള പ്രശ്നം ഇതാണ്. നമ്മൾ എന്തായാലും ലാഭമായാലും നഷ്ടമായാലും നമ്മൾ ചിലപ്പോൾ മിക്കവാറും ഈ പറഞ്ഞിട്ടില്ല, ഇപ്പം പ്രിഫറൻസ് ഷെയർ ഒഴിച്ച് ബാക്കി എല്ലാത്തിനും ലാഭമായാലും നഷ്ടമായാലും നമ്മൾ എന്തായാലും പലിശ കൊടുത്തിരിക്കണം. പ്രിഫറൻസ് ഷെയറിന് ആ കൂടി ഒരു ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം എമൗണ്ട് ആണ്, പക്ഷേ ലാഭം ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി. ക്ലിയർ? സോ ദാറ്റ് ഈസ് ദി ഇമ്പാക്ട് ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഏർണിങ്സ്. നൗ ഇമ്പാക്ട് ഓൺ ഫിനാൻഷ്യൽ റിസ്ക്. ലൈക്ക് ഐ ഹവ് സെഡ് ബിഫോർ, നമ്മൾ ഡെറ്റ് കണ്ടമാനം യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴുള്ള പ്രശ്നം എന്താണ്? ഡെറ്റ് കണ്ടമാനം കൂടുതൽ യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് വി ആർ എക്സ്പോസിങ് ദ ഫേം ടു റിസ്ക്, പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ റിസ്ക്. ഫിനാൻഷ്യൽ റിസ്ക് നമുക്കറിയാം, ഇറ്റ് ഈസ് ദി റിസ്ക് ദാറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് യൂസിങ് ഓഫ് ഡെറ്റ്. ഓക്കെ, ഡെറ്റ് അല്ലെങ്കിൽ ഡെറ്റ് ബേസ്ഡ് ഒബ്ലിഗേഷൻസ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റാതെ വരുന്ന സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ക്രൈസിസുകൾ അല്ലെങ്കിൽ റിസ്കിനെയാണ് ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറയുന്നത്. നൗ ദ മോർ ഡെറ്റ് യു യൂസ്, ദ മോർ യു എക്സ്പോസ് യുവർ സെൽഫ് അല്ലെങ്കിൽ ദ ഫേം, ബിക്കോസ് നമുക്കറിയാം ഇപ്പോൾ ഇഫ് യു ആർ ഓപ്പറേറ്റിംഗ് ഇൻ എൻ എൻവയൺമെൻറ്റ് വെയർ നമ്മുടെ റവന്യൂ നമുക്ക് കൺഫേംഡ് ആയിട്ട് പറയാൻ പറ്റില്ല, റെഗുലർ റവന്യൂ അല്ല നമ്മുടെ. ഓക്കെ, അതുകൊണ്ടാണ് ഈ ബാങ്കുകാർക്ക് സാലറീഡ് ആൾക്കാരെ ഭയങ്കര താല്പര്യം. കാരണം സാലറീഡ് ആൾക്കാരുടെ റവന്യൂസ് റെഗുലർ ഇൻ നേച്ചർ. അതുകൊണ്ട് തന്നെയാണ് ബാങ്കുകാർക്ക് ഇപ്പം ലോൺ എടുക്കുന്ന സമയത്ത് സിബിൽ സ്കോർ എന്ന് പറയുന്ന സംഭവമുണ്ട്. ആ സിബിൽ സ്കോർ പ്രകാരമാണ് നമ്മൾ ലോണുകളുടെ റേറ്റും ഓഫേഴ്സും എത്ര ക്രെഡിറ്റ് കൊടുക്കാം എന്നുള്ളത് വരുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ ഫിനാൻഷ്യൽ ലെവറേജിലും കറക്റ്റായിട്ട് ആപ്റ്റാണ്. ബിസിനസ്സുകാർക്ക് അങ്ങനെയല്ല. ബിസിനസ്സുകാർക്ക് ചിലപ്പോൾ കച്ചവടം കൂടാം, ചിലപ്പോൾ കൂടുതൽ പൈസ ഉണ്ടാക്കുന്നത് ഈ പറഞ്ഞിട്ടുള്ള കച്ചവടക്കാരായിരിക്കും, ഈ പറഞ്ഞിട്ടുള്ള എംപ്ലോയീസിനേക്കാളും അല്ലെങ്കിൽ എംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാരെക്കാളും, ഓക്കെ, സാലറീഡ് ആൾക്കാരെക്കാളും. പക്ഷേ എന്നിരുന്നാൽ പോലും ബാങ്കുകാരുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ എ മച്ച് സേഫർ ബെറ്റ് ഈസ് ദി റെഗുലർ ഇൻവെസ്റ്റർ, റെഗുലർ പേഴ്സൺ ഹു ഹാസ് ദി റെഗുലർ സാലറി. കാരണം കൃത്യം 1-ാം തീയതി അല്ലെങ്കിൽ 2-ാം തീയതി ആൾക്ക് കൃത്യം ശമ്പളം കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ പറഞ്ഞിട്ടുള്ള കമ്പനിക്കാർക്ക് അങ്ങനെയല്ല, അല്ലെങ്കിൽ ഫേംസിന് അങ്ങനെയല്ല, ബിസിനസ്സുകൾക്ക് അങ്ങനെയല്ല. ചിലപ്പോൾ ഒറ്റയടിക്ക് അവരുടെ സാലറി അവർക്ക് പ്രോഫിറ്റ് ഇല്ലാണ്ടാവും, നഷ്ടത്തിലാവാം, അങ്ങനെ പല റീസൺസ് ഉണ്ട്.
ക്ലിയർ? ദാറ്റ് ഇസ് ബിക്കോസ് ദേ ആർ അതുകൊണ്ട് തന്നെ റെഗുലർ ആയിട്ടുള്ള സ്ട്രീമിൽ വരുമ്പോഴാണ് നമുക്ക് ഡെറ്റ് യൂസ് ചെയ്യുന്നത് നല്ലത് എന്ന് പറയാൻ കാരണം. അവിടെ കൂടുതൽ ഡെറ്റ് ആൾക്കാർ കൊടുക്കാൻ റെഡിയാവുന്നത് അതുകൊണ്ടാണ്. സോ ഫിനാൻഷ്യൽ റിസ്കിൻ്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഫിനാൻഷ്യൽ ലിവറേജ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒരു ഇഷ്യൂ എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഓപ്പൺസ് അസ് ടു റിസ്ക്. നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഇൻ കേസ് ഏർണിങ്സ് ഇല്ലാണ്ടാവുകയാണെങ്കിൽ നമ്മൾ ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ലോസ് ചിലപ്പോൾ സഹിക്കേണ്ടി വരും. അത് കൃത്യമായിട്ട് നമുക്കൊരു എക്സാമ്പിൾ വഴി അല്ലെങ്കിൽ ഒരു പ്രോബ്ലം വഴി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നൗ ലെറ്റ്സ് ലുക്ക് അറ്റ് ദി കമ്പ്യൂട്ടേഷൻ. ഹൗ ഡു യു കാൽക്കുലേറ്റ് ദി അല്ലെങ്കിൽ ഫോർമുല ഫോർ ഫിനാൻഷ്യൽ ലെവറേജ്. നൗ ഇതിനകത്ത് രണ്ട് രീതിയിൽ നിങ്ങൾ ഇപ്പോൾ ഓപ്പറേറ്റിംഗ് ലെവറേജ് ആണെങ്കിൽ നിങ്ങൾ രണ്ട് രീതിയിൽ പഠിക്കും. ഒന്ന് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ലെവറേജ്. വാട്ട് ഈസ് ദി ഫോർമുല ഫോർ ഫിനാൻഷ്യൽ ലെവറേജ്? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഫിനാൻഷ്യൽ ലെവറേജ് ഇസ് EBIT by EBT, ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ഏർണിങ്സ് ബിഫോർ ടാക്സ്. ഓക്കെ, EBIT മൈനസ് ഇൻട്രസ്റ്റ്, അതാണ് EBT. ക്ലിയർ? സോ that is financial leverage. Financial leverage is equal to എന്ന് പറഞ്ഞ സംഭവം. Okay, then another concept that you'll learn is degree of financial leverage. Now degree of financial leverage in this, it's kind of like a measurement. Okay, എത്രത്തോളം percentage change in something divided by the percentage change in another. രണ്ട് വാല്യൂസിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. അത് ഏതാ വാല്യൂസ് എന്നുള്ളത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം percentage change in the earnings per share because of the percentage change in EBIT എന്നുള്ളതാണ് ഈ പറഞ്ഞിട്ടുള്ള ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലെവറേജ്. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഏർണിങ്സ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EBIT. EBITയിലുണ്ടാവുന്ന പെർസെൻറ്റേജ് ചേഞ്ച് കാരണം എത്രത്തോളം ചേഞ്ച് ഈ പറഞ്ഞിട്ടുള്ള EPSൽ വരുന്നുണ്ട് എന്നുള്ളതാണ് ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലെവറേജ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഡു എ പ്രോബ്ലം. ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ഈ കൺസെപ്റ്റ് മനസ്സിലാവും. ഓക്കെ, സ്ക്രീനിൻ്റെ കോർണറിലുള്ള പ്രോബ്ലം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ദിസ് ഇസ് എ പ്രോബ്ലം ഫ്രം യുവർ ടെക്സ്റ്റ് ഇറ്റ് സെൽഫ്. ഓക്കെ, സോ കാൽക്കുലേറ്റ് ദി ഫിനാൻഷ്യൽ ലെവറേജ് ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ. തന്നിരിക്കുന്ന ഇൻഫർമേഷനിൽ നിന്ന് ഈ പറഞ്ഞിട്ടുള്ള ഫിനാൻഷ്യൽ ലെവറേജ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഫിനാൻഷ്യൽ ലെവറേജിൻ്റെ ഫോർമുല അറിയാം. ഫിനാൻഷ്യൽ ലെവറേജ് എന്ന് പറയുന്നത് EBIT divided by EBT. Clear? So let's do this problem. നമുക്ക് EBIT വേണം, EBT വേണം. So how do you calculate the EBIT and EBT? സിമ്പിൾ ആണ്. സെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. വാട്ട് ഇസ് സെയിൽസ്? സെയിൽസ് ഇസ് 2 lakhs. ഓക്കെ, സെയിൽസ് എന്ന് പറയുന്നത് 2 lakhs. ഓക്കെ, ലെറ്റ്സ് റൈറ്റ് ദിസ് ഡൗൺ. സെയിൽസ് 2 lakhs. ഞാൻ ഷോർട്ടായിട്ട് എഴുതാണ്. മൈനസ് വേരിയബിൾ കോസ്റ്റ്. ഓക്കെ, സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. ഇവിടെ വേരിയബിൾ കോസ്റ്റ് തന്നിട്ടുണ്ട് 1 lakh. That is 1 lakh balance. Okay, now അതിൽ നിന്ന് ഫിക്സ്ഡ് കോസ്റ്റ് കുറയ്ക്കുക. മൈനസ് ഫിക്സ്ഡ് കോസ്റ്റ്. ഓക്കെ, ഈ ഒരു സാധനത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് കോൺട്രിബ്യൂഷൻ. ഓക്കെ, കോൺട്രിബ്യൂഷൻ. now ഫിക്സ്ഡ് കോസ്റ്റ് നമ്മൾ കുറയ്ക്കുകയാണ്. ഫിക്സ്ഡ് കോസ്റ്റ് തന്നിരിക്കുന്നത് എത്രയാണ്? 60,000. അത് കുറയ്ക്കുമ്പോൾ വി ഗെറ്റ് 40,000. ഓക്കെ, ഈ 40,000 എന്ന് പറയുന്നതാണ് നമ്മുടെ EBIT അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് വിളിക്കും. ഓക്കെ, EBIT അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, ദാറ്റ് ഈസ് 40,000. നൗ നമുക്കറിയാം EBITയിൽ നിന്ന് EBT കിട്ടാനായിട്ട് മൈനസ് ഇൻട്രസ്റ്റ്. ഓക്കെ, ഇൻട്രസ്റ്റ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് എത്രയാണ്? 20,000 ആണ് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്. സോ വി ആർ ലെഫ്റ്റ് വിത്ത് 20,000. ദിസ് ഗിവ്സ് യു EBT. Okay, now EBT എന്ന് പറയുമ്പോൾ how do you find out financial leverage? This is the formula എന്ന് പറയുന്നത് EBIT is 40,000 divided by 20,000, that is equal to 2. Okay, now a question, what does this signify? അതായത് EBIT when you compare when you compare EBIT to EBT, it is twice. Okay, twice. EBIT is twice that of EBT. ഈ twice എന്ത് കാരണം കൊണ്ടാണ്? because of the interest. Okay, EBIT is 40,000 അതിനകത്ത് EBT is 20,000. EBTയുടെ
twice ആണ് EBIT. And what is the difference between, എന്തുകൊണ്ടാണ് ആ ഡിഫറൻസ് വരുന്നത്? It is because of the interest element. Clear? So that is how you express, അല്ലെങ്കിൽ that is how you understand or read financial leverage. Okay. Hope you're clear on this. Now we'll do one more problem so that you get an understanding of degree of financial leverage. Now, this is also another text question. The capital structure of a company comprises of 2000 10% debentures of rupees 100, അതായത് 2000 into 100, that is 2 lakh. Okay, and 10,000 equity shares of 10 each. So 10,000 എന്ന് പറയുമ്പോൾ 10,000 10, that is 1 lakh. Okay, 1 lakh ആണ് ഈക്വിറ്റിയുടെ ക്യാപിറ്റൽ. Tax rate 50%. Calculate EPS if operating profit are, മൂന്ന് സിനാറിയോസ് തന്നിട്ടുണ്ട്, 1 lakh, 1,60,000 and 40,000. Okay, now what you have to remember is degree of financial leverage എന്ന് ഉദ്ദേശിക്കുന്നത് percentage change എന്ന് പറഞ്ഞ സംഭവമാണ്. Percentage change in the EPS because of the percentage change in EBIT. Okay, അപ്പോൾ അതാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് വാട്ട് ഇറ്റ് ഈസ്. ഈ പ്രോബ്ലം എങ്ങനെ നമ്മൾ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. EBIT തന്നിട്ടുണ്ട്, 3 ലെവൽസ് ഓഫ് EBIT തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? 1 lakh, 1,60,000 and 40,000. ഓക്കെ, 3 ലെവൽസ് തന്നിട്ടുണ്ട്. We have to find out. Okay, now EBIT തന്നിട്ടുണ്ട്, അതിനകത്ത് നിന്ന് ലെസ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നോക്കാം. ഇൻട്രസ്റ്റ് നമുക്കറിയാം, എത്രയാണ് ഇൻട്രസ്റ്റ് വരുന്നത്? ഇഫ് യു ലുക്ക് കെയർഫുള്ളി, 2000 into 100 എന്ന് പറയുമ്പോൾ 2 lakh ആണ്. 2 lakhൻ്റെ എത്ര പെർസെൻ്റ് ആണ്? 10%. 2 lakhൻ്റെ 10% എന്ന് പറയുമ്പോൾ 20,000. So 20,000 is fixed. Okay, 20,000 is fixed for all, regardless how much of earnings you make. 20,000 is fixed for every scenario. Okay, so EBIT il ninnu interest പോയി കഴിഞ്ഞാൽ you get EBT. Okay, EBT കിട്ടുന്നുണ്ട്. EBT എന്ന് പറഞ്ഞാൽ 1 lakh minus 20 എന്ന് പറയുന്നത് 80,000. then 1,60,000 minus 20 എന്ന് പറയുന്നത് 1,40,000. Okay, and 40,000 minus 20,000, again 20,000. So this is your EBT. Okay, now let's reduce tax. 50% tax. 50% tax എന്ന് പറയുമ്പോൾ 40,000, 80,000ൻ്റെ 50% എന്ന് പറഞ്ഞാൽ 40,000. 1,40,000 എന്ന് പറയുന്നത് 70,000. Okay, and 20,000 എന്ന് പറയുന്നത് 10,000. Okay, so what are you left with? You're left with earnings after tax. Earnings after tax. Now earnings after tax എത്ര വരുന്നത്? നമുക്ക് 80,000 minus 40,000 എന്ന് പറയുന്നത് 40,000. ഇവിടെ 70,000. then third one എന്ന് പറയുന്നത് 10,000. Okay, now we have something known as earnings after tax. Now how do you find out EPS? EPS എന്ന് പറയുന്നത് EAT, നമ്മൾ നേരത്തെ കണ്ട വാല്യൂ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ്. ഓക്കെ, നമ്പർ ഓഫ് ഷെയർസ്. നമ്പർ ഓഫ് ഷെയർസ് എങ്ങനെ കണ്ടുപിടിക്കുക? നമുക്കറിയാം ഈക്വിറ്റി ഷെയർ എന്ന് പറയുന്നത് 10,000 ഈക്വിറ്റി ഷെയർസാണ്, 10,000 ഷെയറുകളാണ്. സോ 40,000 ഡിവൈഡഡ് ബൈ 10,000 എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 4. 70,000 ഡിവൈഡഡ് ബൈ 10,000 ഇസ് 7 and 10,000 by 10,000 is 1. Clear? So these are your EPS. ഇതാണ് നമ്മുടെ EPSൻ്റെ വാല്യൂ. Okay, now what you have to find out? You have to find out percentage change. Okay, percentage change in earnings per share and percentage change in EBIT. Okay, EPSലും EBITയിലും ഉണ്ടാവുന്ന percentage change ആണ് നമ്മൾ നോക്കേണ്ടത്. Okay, so we'll take ഈ പെർസെൻറ്റേജ് ചേഞ്ച് എന്ന് പറയുമ്പോൾ യു ഹാവ് ടു ഹാവ് എ ബേസ് വാല്യൂ. നമുക്കിവിടെ ബേസ് വാല്യൂ 1 lakhൻ്റെ ഈ സെക്ഷൻ, ദിസ് എൻറ്റയർ സെക്ഷൻ നമുക്ക് ബേസ് ആയിട്ട് എടുക്കാം. ക്ലിയർ? ആൻഡ് 1 lakhൽ നിന്ന് 1,60,000 ആവുന്നതും 1 lakhൽ നിന്ന് 40,000 ആവുന്നതും, EPSൻ്റെ കേസിൽ നിന്ന് 4ൽ നിന്ന്
7 ആവുന്നതും 4ൽ നിന്ന് 1 ആവുന്നതും. ക്ലിയർ? നൗ ഇഫ് യു ലുക്ക് അറ്റ് ദിസ്, ലെറ്റ്സ് ഡ്രോ എ ലൈൻ ഓവർ ഹിയർ സോ ദാറ്റ് നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ അടിയിൽ നമുക്ക് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EBIT. ഓക്കെ, EBIT നമുക്ക് ആദ്യം നോക്കാം. നോ EBITയിൽ സംഭവിക്കുന്നത് EBITയുടെ ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 1 lakh becomes 1,60,000. 1 lakh becomes 1,60,000 എന്ന് പറയുമ്പോൾ 60,000 divided by 1 lakh into 100. ഓക്കെ, അത് എന്ന് പറയുന്നത് 60% ആണ്. ഓക്കെ, ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ആക്ച്വലി 60%. ക്ലിയർ? ഓൺ ദി അതർ ഹാൻഡ് 1 lakh becomes 40,000 എന്ന് പറയുന്നത് മൈനസ് 60,000 ആണ്. ഓക്കെ, minus 60,000 divided by 1 lakh. Again, base value is 1 lakh into 100. That is minus 60%. Clear? Then on the other hand, ഇത് EBITയുടെ കേസാണ്. ഇനി EPSൻ്റെ കേസ് എടുക്കാം. ഓക്കെ, EPSൻ്റെ കേസ് നമുക്ക് എടുക്കാം. EPSൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ 4 becomes 7. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 3, പോസിറ്റീവ് 3 ആണ്. 3 divided by the base value is 4 into 100. That is 3 by 4 into 100 എന്ന് പറയുമ്പോൾ നാച്ചുറലി 75%. അതേപോലെ തന്നെ 4 becomes 1 ആണെങ്കിൽ, 4ൽ നിന്ന് 1 ആയിട്ട് മാറുകയാണെങ്കിൽ എത്രയാണ് ഡിഫറൻസ് ഇവർ തമ്മിൽ? ദാറ്റ് ഈസ് അഗെയിൻ മൈനസ് 3 divided by 4 into 100. ഓക്കെ, ദാറ്റ് ഈസ് മൈനസ് 75. ഓക്കെ, സോ മൈനസ് 75%. സോ ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്ന സംഭവം. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EBIT എന്ന് പറയുന്നത് ഇസ് 60%. over here plus 60 and this is minus 60. Percentage change in EPS എന്ന് പറയുന്നത് plus 75 minus 75. So ഈ കാൽക്കുലേഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. Now let's find out the degree of financial leverage. നമുക്കറിയാം degree of financial DFL എന്ന് പറയും. DFL is equal to percentage change in percentage delta in EPS. Delta means change. Okay, in EPS divided by percentage delta in EBIT. Okay, അപ്പോൾ നമുക്കറിയാം percentage change in EPS എന്ന് പറയുന്നത് 75% divided by 60%. Okay, now that is equal to 1.25. Simple. Okay, now what do you understand from this? Now simple ആയിട്ട് പറയുകയാണെങ്കിൽ a 1% change in EBIT will lead to a 1.25% change in EPS. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 1% ചേഞ്ച് നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള EBITയിൽ ഉണ്ടാവുകയാണെങ്കിൽ, നമ്മുടെ പ്രോഫിറ്റിലൊരു 1% ചേഞ്ച് ഇൻക്രീസ് ആവുകയാണെങ്കിൽ നമ്മുടെ ഷെയറിന് കിട്ടുന്ന ഏർണിങ്സ് ഉണ്ടല്ലോ, പെർ ഷെയറിന് കിട്ടുന്ന ഏർണിങ്സ് പെർ ഷെയർ, അത് 1.25 ടൈംസ് അല്ലെങ്കിൽ 1.25% ഗ്രോ ചെയ്യും. ക്ലിയർ? 1.25% ഗ്രോ ചെയ്യും. ഇനി താഴോട്ട് ടൈംസ് അല്ല പെർസെൻറ്റ്. നൗ താഴോട്ടാണെങ്കിൽ പോലും 1% ഡിക്രീസ് ഇൻ ദ പ്രോഫിറ്റ്സ്. EBITയിൽ ഉണ്ടാകുന്ന 1% റിഡക്ഷൻ ക്യാൻ കോസ് എ 1.25% റിഡക്ഷൻ ഇൻ ഏർണിങ്സ് പെർ ഷെയർ. ക്ലിയർ? സോ ദിസ് ഈസ് ഹൗ യു ഇൻറ്റർപ്രറ്റ് ഓർ ഇവാലുവേറ്റ് financial leverage and degree of financial leverage. Clear? Now let's look at the importance or utility of financial leverage. Firstly, used for planning of capital structure. As I've told you before, ഈ പറഞ്ഞിട്ടുള്ള financial leverage എന്ന് പറഞ്ഞാൽ it employs അല്ലെങ്കിൽ it makes use of debt along with equity to maximize the value of equity shareholders. Equity shareholdersന് കിട്ടുന്ന റവന്യൂ അല്ലെങ്കിൽ റിട്ടേൺസ് മാക്സിമൈസ് ചെയ്യുക അല്ലേ? ഈക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് റിട്ടേൺസ് മാക്സിമൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഷെയർ ഹോൾഡർ പെർ ഷെയർ റിട്ടേൺസ് മാക്സിമൈസ് ചെയ്യാനാണ്. അതാണ് നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത്. റൈറ്റ്? പ്രോഫിറ്റ് കൂടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏർണിങ്സ് പെർ ഷെയർ ഭയങ്കരമായിട്ട് കയറുന്നു. റൈറ്റ്? നൗ ഓൺ ദി അതർ ഹാൻഡ്, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് വെൻ ഇറ്റ് കംസ് ടു പ്ലാനിങ് യുവർ ക്യാപിറ്റൽ സ്ട്രക്ചർ. നൗ വാട്ട് യു ഹാവ് ടു റിമെമ്പർ ഇസ്, ഇഫ് യു ഡോണ്ട് പ്ലാൻ കെയർഫുള്ളി, നമ്മൾ കണ്ടമാനം അൺവാണ്ടഡ് റിസ്ക് അട്രാക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഈവൻ ദോ അവർ പോസിബിലിറ്റി ഫോർ മേക്കിംഗ് മണി കീപ്സ് ഓൺ ഗോയിങ്, പക്ഷേ
പ്രാക്ടിക്കൽ സെൻസിൽ നോക്കുകയാണെങ്കിൽ ഒരു പരിധി വിട്ട് നമ്മൾ ഡെറ്റ് അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡെറ്റ് ഓൾസോ സ്റ്റാർട്ട്സ് ബിക്കമിങ് എക്സ്പെൻസീവ്. ഓക്കെ, റേറ്റ് ഓഫ് ഡെറ്റ് ബിക്കംസ് എക്സ്പെൻസീവ്. ബാങ്കുകാർക്ക് അത് അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വിൽ സ്റ്റാർട്ട് ടു ഫീൽ ദാറ്റ് വി ആർ നോട്ട് എ ഗുഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. കാരണം എന്താ, നമ്മൾ കണ്ടമാനം കടം മേടിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ നമുക്കത് വീട്ടാൻ ഉള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. സോ ക്യാപിറ്റൽ സ്ട്രക്ചർ പ്ലാൻ ചെയ്യാനായിട്ട് നമ്മൾ ഫിനാൻഷ്യൽ ലിവറേജ് പലപ്പോഴും കൺസിഡർ ചെയ്യണം. ദെൻ പ്രോഫിറ്റ് പ്ലാനിങ് എന്ന് പറയുന്നത് ടു കീപ്പ് എൻ ഐ അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് നമ്മൾ ബേസ്ഡ് ഓൺ ദി ലെവൽ ഓഫ് ഇൻകം ദാറ്റ് വി ഹാവ് ടു അനലൈസ് വാട്ട് ഈസ് ദി ലെവൽ ദാറ്റ് വി ഹാവ് ടു അച്ചീവ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ആ ബ്രേക്ക് ഈവൻ പോയിൻ്റ് എന്തൊക്കെയാണ് എന്നൊക്കെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് നമ്മൾ പലപ്പോഴും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഇൻക്രീസ് ഷെയർ ഹോൾഡറിൻ്റെ ഇൻകം നമ്മൾ നേരത്തെ കണ്ടു. ഷെയർ ഹോൾഡറിൻ്റെ വരുമാനം അല്ലെങ്കിൽ ഏർണിംഗ് കപ്പാസിറ്റി ആ പെർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പുറത്ത് മാക്സിമൈസ് ചെയ്യിക്കുക എന്നുള്ളതാണ് ഈ പറഞ്ഞിട്ടുള്ള ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ ഒബ്ജക്റ്റീവ്. ദെൻ നെക്സ്റ്റ് വൺ മെഷർമെൻറ്റ് ഓഫ് റിസ്ക്. നമുക്കറിയാം ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, നേരത്തെ പ്രോബ്ലത്തിൽ 1% ഇൻക്രീസ് ഇൻ ദി earnings will result in 1.25% increase in the EPS. അത് നേരെ താഴോട്ടും സെയിം ആണ്. താഴോട്ട് 1% പ്രോഫിറ്റ് പോയി കഴിഞ്ഞാൽ നമ്മുടെ 1.25% ആണ് EPS താഴെ പോകുന്നത്, ഏർണിങ്സ് പെർ ഷെയർ താഴോട്ട് പോകുന്നത്. സോ ഇസ് ദാറ്റ് റിസ്ക് ആക്സെപ്റ്റബിൾ ഓർ നോട്ട്? നമുക്കൊരു പരിധി വരെ ഈ ഫിനാൻഷ്യൽ ലിവറേജ് ഉപയോഗിച്ച് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും എത്രത്തോളം റിസ്ക്കിയാണ് ഈ പറഞ്ഞിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് എന്നുള്ളത്. ഓക്കെ, സോ ദീസ് ആർ ദ മേജർ ഇമ്പോർട്ടൻസ് ഓർ യൂട്ടിലിറ്റി അല്ലെങ്കിൽ യൂസസ് ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ്. Now hope you are clear on the concept of financial leverage. As I've told you, it's a very important section. In case of any doubts or clarifications that you need, please feel free to message me. I'll help you clear these doubts. Okay, so thank you.